കല്യാണം കഴിച്ചു, ഭാര്യ ഇട്ടിട്ട് പോയി, ഇവൻ കല്യാണം കഴിച്ചിട്ടുമില്ല. അമ്മയ്ക്ക് ഓർമ്മയില്ല. 4 സെന്റ് വസ്തു, തകർച്ച മാത്രമാ വീട്ടിൽ. എനിക്കാരുമില്ല, കൂടെ പോരുന്നില്ലേ. നിന്റെ അമ്മയ്ക്ക് ഒരിക്കൽ കൂടെ ഓർമ്മ വരും, അത് നിന്റെ വിവാഹം നടക്കുന്ന അന്നായിരിക്കും. എനിക്കാരുമില്ല. നിങ്ങളുടെ 4 സെന്റ് വസ്തു ഉള്ള ആ വീട്ടിൽ ദൈവം പ്രാർത്ഥിക്കുന്ന ഒരാളെ കൊണ്ടുത്തരും. അതൊരു ദൈവത്തിന്റെ പ്രവൃത്തിയും ഒരു അത്ഭുതവുമായിരിക്കും. രക്ഷപ്പെടണോ? എൻ്റെ പേര് പറ, വിഘ്നേഷ്. ഞാൻ നിന്നോട് ദൂത് പറയാ, നീ ഇന്ന് രാവിലെ രക്ഷപ്പെടാൻ പോവാ. നിന്റെ ജീവിതം മൊത്തം അടിമുടി മാറും. നീ ഒരു അത്ഭുതമായിട്ട് മാറാൻ പോവാ. മോനെ, നീ ചത്തുപോണ്ടിയായിരുന്നു. ദൈവം നിനക്ക് ആയുസ് തന്ന. എന്തിനാ ആയുസ് തന്നേക്കെന്നറിയാമോ? വിഘ്നേഷിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സഭയൊന്ന് കൈയടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ആ 2 കരങ്ങളും ഒന്നടിച്ച് യേശുവിന് നന്ദി പറയാൻ പറ്റുന്ന സകല ദൈവത്തിന്റെ മക്കളും കൂടെ അല്പ മിനിറ്റുകൾ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ഈ വിഘ്നേഷിന്റെ വീട്ടിലേക്ക് ഇന്ന് രാവിലെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിക്കാൻ പോകുകയാ. കരമടിക്കാൻ പറ്റുന്നവരെ കൈയടിച്ച്. ചേട്ടൻ പേരെന്തുവാ? വിവേക്. വിവേകും വിഘ്നേഷും. മോനെ, നീ ഇന്നാള് മാറും. നീ യേശുവിൻ്റെ ആളാവും. ഞാൻ നിന്നോട് ഇവിടെ നിന്ന് ഇപ്പൊ പ്രവചൻ കുടിക്കുന്നുണ്ടോ? കുടി നിർത്തണം. നിന്റെ അകത്ത് മദ്യത്തിൽ കൈവശമാണ്. കുടിച്ചാൽ നീ വേറൊരാളാ, ഇല്ലയോ? കുടിക്കുന്നവരെ വരെ പാവാ. പെണ്ണുപിള്ള പോയോ? പോയി. കുഞ്ഞിനെ നിനക്ക് തന്നോ? നിന്റെ ഇല്ല. നമുക്ക് കുഞ്ഞിനെ വേണ്ട. ഒരുത്തന്നെ കൂടെ പോയി. നിനക്ക് എത്ര വയസ്സുണ്ട്? നിനക്ക് 41 വയസ്സ്, ഇവന് 36 വയസ്സ്. നീ കല്യാണം കഴിച്ചു, ഭാര്യ ഇട്ടിട്ട് പോയി, ഇവൻ കല്യാണം കഴിച്ചിട്ടുമില്ല. അമ്മയ്ക്ക് ഓർമ്മയില്ല. അപ്പന് ഹാർട്ട് അറ്റാക്ക്. 4 സെന്റ് വസ്തു, തകർച്ച മാത്രമാ വീട്ടിൽ. ഇന്ന് രാവിലത്തെ ആരാധനയിൽ എൻ്റെ ദൈവം ഈ തകർച്ച മാറ്റാൻ പോവാ. കൈയടിക്കാൻ പറ്റുന്നവരെ കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നവർ യേശുവേ എന്ന് വിളിച്ച് ഈ രാവിലെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇവരുടെ കുടുംബം ഇന്ന് രാവിലെ രക്ഷപ്പെട്ടു വരാൻ പോകയാ. അർമ്മമനഘടക ശതലമൗഢമനഗസിയ. മോനെ വിഘ്നേശേ, ഇത് ആടെ പേരാ എഴുതിയിരിക്കുന്നത്. സ്നേഹിച്ച പെണ്ണിന്റെ പേരാ. പക്ഷെ സ്നേഹിച്ച പെണ്ണ് ഇപ്പം നിന്നെ ഇട്ടിട്ട് പോയി. നീ വേറെ പേരെടുത്തേണ്ടി വരും. അവളുമായിട്ട് എത്ര വർഷം സ്നേഹിച്ചു? 3 വർഷം. അവൾക്കിപ്പം നിന്നെ വേണ്ട. വേണോ? വേണ്ട. തൂങ്ങിച്ചാവണമെന്നൊക്കെ വിചാരിച്ചോ? ചാവല്ല, ജീവിക്കണം. എടാ, മറ്റൊരാളും നിന്റെ ജീവിതത്തിൽ വരും. മോനെ, ഒറ്റ കാര്യം, ഇന്ന് ഇവിടെ നിന്ന് കുടി നിർത്തണം. നിർത്തുവോ? ചുമ്മാ പറയാണോ? അല്ല അല്ല, ഇവൻ കുടി നിർത്തുമെന്ന് ഞാൻ പറയുക. ഇവൻ ഒരു തുള്ളി മദ്യം പോലും കുടിക്കാതെ യേശുവിൻ്റെ പുസ്തകമെടുത്ത് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കും. ഒരു ദൂതോടെ മോനെ, ഇവൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട കല്യാണം വരും. അത് ദൈവമുള്ളൊരു പെങ്കൊച്ചായിരിക്കും. നിങ്ങളുടെ 4 സെന്റ് വസ്തു ഉള്ള ആ വീട്ടിൽ ദൈവം പ്രാർത്ഥിക്കുന്ന ഒരാളെ കൊണ്ടുത്തരും. അതൊരു ദൈവത്തിന്റെ പ്രവൃത്തിയും ഒരു അത്ഭുതവുമായിരിക്കും. സഭയൊന്ന് കൈയടിച്ച് കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. അർമ്മമനഘടക ശംബര തമൽപ്രഭന. ഞാനൊരു പ്രവചനമായിട്ട് പറയടാ, ഈ വർഷം, ഇതിപ്പം ജൂലൈയിലാ, ഈ വർഷം നിന്റെ കല്യാണം നടക്കും. പക്ഷെ ഇന്നോട്ട് കുടി നിർത്തണം. നിർത്തുമല്ലോ? ആ, വാട്ടർ സപ്ലൈയോടൊപ്പം വെള്ളം അടിച്ചിട്ട് പോവല്ലേ? ആ, നീ കുടിച്ചാ പിന്നെ കൂതറയാ. സത്യമില്ലടാ? അതെ, സത്യം. 36 വയസ്സ്. രക്ഷപ്പെടണം. വേണ്ടായോ? ഇന്ന് രക്ഷപ്പെടും. ഇതെന്നോട് ഞാൻ ദൂതായിട്ട് പറയുക.
ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ രക്ഷപ്പെടുത്തി നിന്റെ ലൈഫിനകത്തൊരു പുതിയ അധ്യായം എഴുതി ചേർക്കുന്നത് പോലെ അർമ്മമന ഘടക ശംബര ധമൽപ്രഭന അടകന ഘടക സമ്പര ധമൽഖമന. മോനെ, ഒരു ചെറിയ കാര്യം കൂടെ നിങ്ങളുടെ ആ വീട്ടിൽ കിടമുണ്ട്. ഇവിടെ പെണ്ണുമ്പിള്ളക്ക് ശരിക്കും അവിടെ നിൽക്കാൻ ഇഷ്ടമല്ലായിരുന്നില്ലയോ? ഇല്ല. നിനക്കറിയായിരുന്നു അവക്ക് ആദ്യം തൊട്ട് നിന്നോട് താല്പര്യമില്ലെന്ന് നിനക്കറിയായിരുന്നു. അവള് പോട്ടെന്ന് വെച്ചല്ലേ. ഇനി എന്തോ ചെയ്യും? കൊച്ചിന് എത്ര വയസ്സുണ്ട്? 10 വയസ്സ്. കുഞ്ഞിന്റെ പേരെന്തുവാ? കേദാറാണ്. എനിക്ക് കുഞ്ഞിനെ കാണണം, കുഞ്ഞിനെ കൊണ്ടുവരണം. വീട്ടിൽ നിന്ന് ശാപം പൊട്ടട്ടോ. ഇന്ന് ഈ പറഞ്ഞ സകല ബന്ധനവും നിന്റെ വീട്ടിൽ നിന്ന് അഴിഞ്ഞു പോകും. നിങ്ങളൊന്ന് കൈയടിക്കാൻ പറ്റുമെങ്കിൽ കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ. എന്നെ ഓൺലൈനിൽ കാണുന്ന പ്രിയപ്പെട്ടവരെ, പേര് പറയടാ. വിവേകും വിഘ്നേഷും. വിവേകിന് കേദാർനാഥ് എന്ന് പറഞ്ഞൊരു കുഞ്ഞുണ്ട്. എന്നെ വിമർശിക്കുന്നവർ ഒരു കാര്യം കേൾക്കണം. ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാ അല്ലേ? അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ യേശുവിന് ഇവരെ വിടുവിക്കാൻ ആഗ്രഹമുണ്ട്. യേശുവിന് ഇവരെ തൊടാൻ ആഗ്രഹമുണ്ട്. ഈ ചെറുപ്പക്കാർ നശിച്ചു പോകുന്നത് എന്റെ ദൈവത്തിന് ഇഷ്ടമല്ല. ഇവർ രക്ഷപ്പെട്ടു വരട്ടെ. എടാ മോനെ, ശരിക്കും നിന്നോട് ഞാൻ പറയാം, ശരിക്കും നിന്റെ അമ്മ വീണില്ലേ? അതെന്നാ വീണേ? 1 വർഷമായി. ആ വീണ സമയത്ത് അമ്മ മരിക്കേണ്ടിയായിരുന്നു. ദൈവം ആയുസ് കൊടുത്ത അമ്മയ്ക്കിപ്പോൾ ഓർമ്മയൊക്കെ കുറവാ അല്ലേ? എത്ര ശതമാനം ഓർമ്മയാണ് കാണും? അപ്പന് ഹാർട്ട് അറ്റാക്ക്. ഒരു വീടിന്റെ തകർച്ചയായി. എടാ, ഞാൻ ഒരു ദൂത് പറയാം. നിന്റെ അമ്മയ്ക്ക് ഒരിക്കൽ കൂടെ ഓർമ്മ വരും. അത് നിന്റെ വിവാഹം നടക്കുന്ന അന്നായിരിക്കും. അമ്മയെന്ന് അത് കാണാൻ വേണ്ടിയാ നിന്റെ അമ്മേടാ. നീ കരയുമ്പോ എൻ്റെ ഉള്ളു പിടയ്ക്കുക കേട്ടോ. ഞാൻ കാണുന്ന വെളിപ്പാട് ഇങ്ങനെ, നിന്റെ വീട്ടിലോട്ട് യേശു ഇറങ്ങി വരാൻ പോവാ. നിങ്ങളുടെ കോന്നിയിലെ 4 സെന്റ് സ്ഥലത്തിലേക്ക് ഇന്ന് രാവിലത്തെ ആരാധനയിൽ ഈ ചെറുപ്പക്കാർ 2 പേരും കുടുകുടാ കരയുമ്പോ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാവിലെ ഇവർക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോയാ. യേശുവേ എന്ന് വിളിക്കാവുന്നവര് ഒന്നുറക്ക വിളിച്ച ആ നാമത്തെ ഇന്ന് രാവിലെ, ആ നാമത്തിന്റെ ശക്തി. മക്കളെ, ഒരിക്കൽ കൂടെ നിങ്ങളുടെ അമ്മ നിങ്ങളെ ഓർമ്മയോടെ കാണും. ഇവന്റെ വിവാഹത്തിന് സന്തോഷത്തോടെ നിങ്ങളുടെ അമ്മ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതേപോലെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ 4 സെന്റുള്ള വസ്തുവിനകത്ത്, വീടിനകത്ത് ഇന്ന് രാവിലെ കയറി വരാൻ പോയ സഭയൊന്ന് കൈയടിക്കുമെങ്കിൽ കൈയടിച്ച്, യേശുവേ എന്ന് വിളിക്കുമെങ്കിൽ യേശുവേ എന്ന് വിളിച്ച്